എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് NCERT +1 ജോഗ്രഫി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ എല്ലാ വട്ടവും പറയാറുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ക്ലാസ് എല്ലാം എടുത്ത് കഴിഞ്ഞതാണ്. അതായത് ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, എർത്തിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ പല വട്ടമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് നോക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് MCQ മോഡലുള്ള NCERTയിലെ തന്നെ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വൺ വേർഡ് ആണെങ്കിലും നമുക്കിത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചാലും തെറ്റിക്കാതെ നിങ്ങൾ എഴുതിക്കോണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 2 ചാപ്റ്റർ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ മെനി ഐലൻഡ്സ് ആർ ദെയർ ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്? എത്ര ഐലൻഡ്സ് ആണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലുള്ളത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ടോട്ടൽ ഉള്ള ഐലൻഡ്സിന്റെ എണ്ണം ഓപ്ഷൻ സി 204 എണ്ണമാണ് ഉള്ളത്. 2, വിച്ച് സ്ട്രേറ്റ് സെപ്പറേറ്റ് ഇന്ത്യ ഫ്രം ശ്രീലങ്ക? ഇതും NCERT ആണ്, PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. ഏത് സ്ട്രേറ്റ് ആണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത്? ഓപ്ഷൻ എ പാക് സ്ട്രേറ്റ് ആണ് അല്ലെ. പാക് സ്ട്രേറ്റ് ആണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ലൈസ് ഇൻ? ഏത് സോണിലാണ് ഇന്ത്യയുടെ വടക്ക് പാർട്ട്? നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദി, എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ ആൻസർ, ഓപ്ഷൻ സി സബ് ട്രോപ്പിക്കൽ സോണിലാണ്. എവിടെയാണ്? സബ് ട്രോപ്പിക്കൽ സോണിലാണ് എന്ത് കാണപ്പെടുന്നത്? ഇന്ത്യയുടെ നോർത്തേൺ പാർട്ട്. അതായത് നോർത്തേൺ പാർട്ട് എന്ന് പറയുമ്പം ഇതിപ്പം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് നോർത്തും സൗത്തുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ നോർത്തേൺ പാർട്ട് എവിടെയാണ്? സബ് ട്രോപ്പിക്കൽ സോണിലാണ്. ഇതിന് മുകളിലോട്ട് സബ് ട്രോപ്പിക്കൽ സോണാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇവിടെ W ഇടാൻ മറന്നുപോയി കേട്ടോ. വിച്ച് ഓഷ്യൻ റൂട്ട് ലിങ്ക് ഇന്ത്യ വിത്ത് യൂറോപ്പ്? ഇന്ത്യയെ യൂറോപ്പുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഓഷ്യൻ റൂട്ട് ഏതാണെന്നാണ് ചോദ്യം. സൂയസ് കനാലാണ് കേട്ടോ, സൂയസ് കനാൽ. വിച്ച് ഓഷ്യൻ റൂട്ട് ലിങ്ക് ഇന്ത്യ വിത്ത് യൂറോപ്പ്? ഇന്ത്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓഷ്യൻ റൂട്ടാണ് സൂയസ് കനാൽ. 5, സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇൻ? സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് വിളിക്കുന്നത് ഏതാണ്? നമ്മുടെ തെക്ക്, അതായത് തെക്കേ അറ്റം എന്ന് നമ്മൾ പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആണ്. അത് സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ, അതിനകത്ത് പ്രത്യേകം നിങ്ങൾ എടുത്തു വെച്ച് നോക്കേണ്ടത് ഇന്ദിരാ പോയിന്റ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും, പക്ഷെ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്താൽ സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇൻ തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്, തമിഴ്നാടുണ്ട്, ആൻഡമാൻ നിക്കോബാർ ഉണ്ട്. ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ? ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് ആണ്. ആരാണ്? ലക്ഷദ്വീപ് ആണ്. അടുത്തത് പൂർവാചൽ ഹിൽസ് ലൊക്കേറ്റഡ് ഇൻ? പൂർവാചൽ ഹിൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നോർത്ത് ഈസ്റ്റിലാണ് അല്ലെ. നോർത്ത് ഈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ? നമ്മുടെ ആസാമും മണിപ്പൂരും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു പോർഷനാണ് പൂർവാചൽ ഹിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതെവിടെയാണ്? നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്കാണ് പൂർവാചൽ. വെസ്റ്റേൺ ഹിൽസ് എവിടെയാണെന്ന് നമുക്കറിയാലോ. അതുപോലെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കാണ് പൂർവാചൽ ഹിൽസ് ലൊക്കേറ്റ്, പൂർവാചല മലനിരകൾ. അടുത്ത ടോട്ടൽ ഏരിയ ഓഫ് ഇന്ത്യ എത്രയാണ്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ഡി 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. 9, ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ലൈസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സോൺസ്? നോർത്തേൺ പാർട്ട് ഏത് സോണിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷനകത്ത് ടെമ്പറേറ്റ് റീജിയൻ, വാം ടെമ്പറേറ്റ് റീജിയൻ, ഹ്യൂമിഡ് റീജിയൻ, കോൾഡ് റീജിയൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം കോൾഡ് റീജിയൻ എന്തായാലും നമ്മൾ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ വരില്ല. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞായിരുന്നു നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ സോണിലാണെന്നല്ലേ. സബ് ട്രോപ്പിക്കൽ സോണിലാണ്. ഇനി ഏത് സോൺ ആണെന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. വാം ടെമ്പറേറ്റ് റീജിയൻ ആണ് ഇന്ത്യയുടെ നോർത്തേൺ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കു ഭാഗം എന്ന് പറയുന്നത് വാം ടെമ്പറേറ്റ് റീജിയൻ ആണ്. 10, ദ നമ്പർ ഓഫ് ടൈം സോൺസ് ഇൻ ദ USA? USA എത്ര നമ്പർ ഓഫ് ടൈം സോൺസ് ആണ് ഉള്ളതെന്നാണ് ചോദ്യം. 7 ആണ് കേട്ടോ, 7 എണ്ണമാണ് ഉള്ളത്. 11, ചൂസ് ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ത്രൂ വിച്ച് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ആസ് വെൽ ആസ് ട്രോപ്പിക് ഓഫ് ക്യാൻസേഴ്സ് പാസിംഗ് കവറിംഗ് ദി ലോങ്സ്റ്റ് ഡിസ്റ്റൻസ്? ചൂസ് ദി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ത്രൂ വിച്ച് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ആസ് വെൽ. സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആണ് ഇന്ത്യയിലെ അതായത് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് എടുക്കുന്ന ഈ ഒരു സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതാ പറഞ്ഞിരിക്കുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് കവറിംഗ് ദ ലോങ്സ്റ്റ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ടെന്ന് നമുക്കറിയാം ഇന്ത്യയിലെ കൂടെ. അത് ഏറ്റവും കൂടുതൽ ലോങ്സ്റ്റ് ഡിസ്റ്റൻസിൽ കവർ ചെയ്യുന്ന ഈ ഒരു സംസ്ഥാനമാണ്. ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ്. 12, India lies mainly in the northern hemisphere, entirely in the northern hemisphere, on the equator, more in the southern hemisphere.
ഇന്ത്യ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി എൻറ്റയർലി ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. എൻറ്റയർലി ഇന്ത്യ ശരിക്കും ഹെമിസ്ഫിയർ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സതേൺ ഹെമിസ്ഫിയറും നോർത്തേൺ ഹെമിസ്ഫിയറും. ഇന്ത്യ കംപ്ലീറ്റ് എവിടെയാണ് നിൽക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അത് പഠിച്ചു വെക്കുക കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, പടമൊക്കെ കണ്ട് ഓർമ്മയുണ്ടായിരിക്കും, എങ്കിലും ഒന്നുകൂടെ പഠിച്ചു വെക്കുക അറിയാത്തവർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ വൈബ്രേഷൻ ഡയറക്ഷൻ parallel to the wave direction in the vertical plane is present in. ഇത് നമ്മുടെ ഭൂമിയുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഭൂമിയുടെ ഭൂകമ്പ തരംഗങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പി വേവ്, എസ് വേവ് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. വൈബ്രേഷൻ പാരലൽ ടു ദ വേവ് ഡയറക്ഷൻ ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ ഈസ് പ്രസന്റ് ഇൻ. എവിടെയാണത് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ പി വേവ് ആണ് കേട്ടോ. പി, അതായത് വൈബ്രേഷൻ പാരലൽ ടു ദ വേവ് ഡയറക്ഷൻ. വേവ് ഡയറക്ഷന്റെ പാരലായിട്ട് വൈബ്രേഷൻ പോകുന്നു വെർട്ടിക്കൽ പ്ലെയിൻ, അത് പി വേവ് ആണ്. പ്രൈമറി വേവ് എന്നുള്ള പറയും. എസ് എന്താ? സെക്കൻഡറി വേവ് ആണ് അല്ലേ. 14, ദ ഇന്റീരിയർ ഓഫ് എർത്ത് ക്യാൻ ഓൺലി ബി അണ്ടർസ്റ്റുഡ് ബൈ ഡാഷ്. അതായത് നമുക്ക് ഇന്റീരിയർ ഓഫ് ദി എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റിയിട്ട് പഠിക്കുന്നത് പ്രധാനമായിട്ടും എങ്ങനെയാണ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇന്റീരിയർ ഓഫ് ദി എർത്ത് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, ബോത്ത് ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്, നൺ ഓഫ് ദി എബോവ്. എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കും പഠിക്കാൻ സാധിക്കുന്നത്? നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ കൂടെയും ഇൻഡയറക്റ്റ് മെത്തേഡിൽ കൂടെയും പഠിക്കാനായിട്ട് സാധിക്കും. ശരിക്കും നമ്മൾ പറയാറുണ്ട് പി വേവും എസ് വേവും അല്ലെങ്കിൽ അകത്തെ നമ്മൾ മാഗ്മയുടെ സ്വഭാവം അനുസരിച്ച്, അകത്തെ കല്ലിന്റെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ എന്താണ് അകത്തു നിന്ന് കിട്ടുന്ന ലവണങ്ങളുടെ സ്വഭാവം അനുസരിച്ച്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എർത്തിനെ പറ്റി പഠിക്കാമെന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 15, വിത്ത് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് വോൾക്കാനോ. ഇതിനകത്ത് ഏതാണ് വോൾക്കാനോയുടെ ടൈപ്പ് അല്ലാത്തതെന്നാണ് ചോദ്യം. ഷീൽഡ് വോൾക്കാനോ, കോമ്പോസിറ്റ് വോൾക്കാനോ, റിഡ്ജ് വോൾക്കാനോ, കാൽഡെറ. ഇതിനകത്ത് ഏതാണ് വോൾക്കാനോ അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി റിഡ്ജ് വോൾക്കാനോ ആണ് ആൻസർ. റിഡ്ജ് വോൾക്കാനോ. അടുത്തത് 16, വോൾക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഇൻഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ എർത്ത് ഇന്റീരിയർ. നമ്മൾ ഒരു ഡയറക്റ്റ് സോഴ്സും ഇൻഡയറക്റ്റ് സോഴ്സും ഉണ്ട്. അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സോഴ്സ് ആണെന്നാണ് നമ്മൾ പറഞ്ഞു. അഗ്നിപർവ്വതം ഒക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് പല സാധനങ്ങളും നമുക്ക് വെളിയിൽ കിട്ടും. ആ വെളിയിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് ഭൂമിയുടെ ഉള്ളറയെ പറ്റിയിട്ട് പഠിക്കാൻ പറ്റുമെന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പഠനം ഈ പറയുന്നതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. ഇൻഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇന്റീരിയറിനെ മനസ്സിലാക്കാനുള്ള ഇൻഫർമേഷൻ ആണത്. ഡയറക്റ്റ് സോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. നോട്ട് എ സോഴ്സ് ഓഫ്, അതായത് ഒരിക്കലും നമുക്ക് എർത്തിന്റെ ഇന്റീരിയറിനെ പറ്റി പഠിക്കാനായിട്ട് ഈ വോൾക്കാനോ സഹായിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഗുഡ് സോഴ്സ് ടു അസേർട്ട് എർത്ത് ടെമ്പറേച്ചർ. എർത്ത് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യം ഇതാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ്? ഗുഡ് സോഴ്സ് ടു അസേർട്ടഡ് എർത്ത് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ. എർത്തിന്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളാണ്. 17, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡിസ്ക്രൈബ് ദ ലിത്തോസ്ഫിയർ. എന്തിനാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്? എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പർ ആൻഡ് മിഡിൽ മാൻഡിൽ, ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ, ക്രസ്റ്റ് ആൻഡ് കോറ, മാൻഡിൽ ആൻഡ് കോറ. ഇതിനകത്ത് ഏതാണ്? ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ, അതായത് ഭൂവൽക്കവും അപ്പർ മാൻഡിലും ചേരുന്നതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അടുത്തത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ എർത്തുകേക്ക് ഈസ് മെഷേർഡ് ബൈ. ഏത് വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? റിക്ടർ സ്കെയിൽ വെച്ചിട്ടാണ് അല്ലെ എർത്തുകേക്ക് മെഷർ ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത് റിക്ടർ സ്കെയിൽ വെച്ചിട്ടാണ്. മാഗ്മ റെഫേഴ്സ് ടു ഡാഷ്. എന്താണ് മാഗ്മ എന്നാണ് ചോദ്യം. എന്താണ് മാഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇൻ ദ അപ്പർ മാൻഡിലാണ് അല്ലേ. മെറ്റീരിയൽ ഇൻ ദ അപ്പർ മാൻഡിലെയാണ് നമ്മൾ മാഗ്മ എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡിസ്ക്രൈബ് ദ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുകയാണ്. അടുത്ത 21, വാട്ട് ഈസ് ദ തിക്നെസ് ഓഫ് ദി എർത്ത് ക്രസ്റ്റ് ഇൻ ദി ഹിമാലയൻ റീജിയൻ. ഹിമാലയൻ റീജിയനിലെ എർത്തിന്റെ ക്രസ്റ്റിന്റെ തിക്നെസ് എത്രയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ സി 70 കിലോമീറ്റർ ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. 22, എർത്തുകേക്ക് വേവ്സ് ആർ റെക്കോർഡഡ് ഓൺ. എർത്തുകേക്ക് വേവ്സ് പി വേവും എസ് വേവും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? സീസ്മോഗ്രാഫ് വഴിയാണ്. എന്ത് വെച്ചിട്ടാണ്? സീസ്മോഗ്രാഫ് വഴിയാണ്. 11, ദ അപ്പർ പോർഷൻ ഓഫ് ദ മാൻഡിൽ ഈസ് നോൺ ആസ്. അപ്പർ പോർഷൻ ഓഫ് ദി മാൻഡിൽ ഈസ് നോൺ ആസ് എന്ത് വിളിക്കും? അതന്നെ ആസ്തനോസ്ഫിയർ എന്ന് വിളിക്കും അല്ലേ. മാൻഡിലിന്റെ അപ്പർ പോർഷനെയാണ് നമ്മൾ ആസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അടുത്തത് 23, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഇന്റീരിയർ ഓഫ് ദി എർത്ത്.
നമ്മൾ ഡയറക്റ്റ് സോഴ്സ് നിന്നും ഇൻഡയറക്റ്റ് സോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് കുറേ നേരമായിട്ട്. അപ്പോൾ ഇതിനകത്ത് താഴെ പറയുന്നതിനകത്ത് ഏതാണ് ഡയറക്റ്റ് സോഴ്സ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഒന്ന് എർത്തുഗേക്ക് വേവ്, വോൾക്കാനോ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, എർത്ത് മാഗ്നറ്റിസം. ഏറ്റവും നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതെന്താണ്? വേവ് ആണ്. പി വേവ് നമ്മൾ പറയത്തില്ലേ, പ്രൈമറി വേവ് ആണ് ആദ്യം വരുന്നത്, അതിൻ്റെ പുറയിലാണ് സെക്കൻഡറി വേവ് വരുന്നത്. അപ്പോൾ ഏറ്റവും നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്റീരിയർ ഓഫ് ദി എർത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം എന്താണ്? എർത്തിൻ്റെ വേവ് ആണ്. അതായത് എർത്ത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങളാണ് ഡയറക്റ്റ് വേവ് എന്ന് പറയുന്നത്. വോൾക്കാനൊക്കെ ഇൻഡയറക്റ്റ് ആണ്. അടുത്ത, വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ റോക്സ് ബിറ്റ്വീൻ ദ അഡ്ജോയിനിങ് ലൈൻസ് ഓൺ മാൻഡിൽ ആൻഡ് കോർ? അതായത് മാൻഡിലെയും കോറിനെയും തമ്മിൽ ആ ഒരു അഡ്ജോയിൻ ചെയ്യുന്ന ലൈന് അല്ലെങ്കിൽ ആ ഒരു റോക്കിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 5 gram per square centimeter ആണ് കേട്ടോ. ഇതും പഠിച്ചു വെച്ചോണം. ഇതെല്ലാം NCERT പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വരും പരീക്ഷകളിൽ ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇത് വൺ വേർഡ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും ഒഴിവാക്കണ്ട, ഇത് തന്നെ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും ചോദിക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ടൂടെ പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.